ഹലോ ഗായ്സ്, അപ്പോഴത്തേക്കും ഞങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് വന്നു. തിങ്കളാഴ്ചയാണ് വന്നത്. ഞാനിപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. ഇത്ര ലാഗ് വരാൻ കാരണം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ കോളേജിൽ പോകണമായിരുന്നു. കോളേജിൽ പോയിട്ട് പിന്നെ അവിടുത്തെ കുറെ എഴുതാനും പിന്നെ പ്രസന്റേഷനും അങ്ങനെ കുറേയൊക്കെ വന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ട്രിവാൻഡ്രം പോകുന്ന ആ ടൈമിൽ തന്നെ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്ത് കുറെ ഇടാമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനും എനിക്ക് ടൈം കിട്ടിയില്ല. കറക്കത്തോട് കറങ്ങാനല്ല പോയത്, പോസ്റ്റിങ്ങിനാണ് പോയത്. പോസ്റ്റിങ്ങിന് വന്നിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ റിക്വയർമെന്റ്സ് എഴുതാൻ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് എഴുതിയിട്ട് ബാക്കി ഞങ്ങൾ അവിടെ കറങ്ങാൻ പോകും. അവിടെ ഞങ്ങള് മെയിനായിട്ട് പൊന്മുടി പോയതാണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്. അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പൊന്മുടി പോയത്, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അവിടെ വെച്ച് ഞാനൊരു റീൽ എടുത്തു, അതേപോലെ എന്റെ ഫ്രണ്ട്സ് റീൽ എടുത്തു. ഇത് രണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. ഹോസ്റ്റലിൽ ഒരു ഇൻട്രോ വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 വീക്ക് ആയിരുന്നു എന്റെ പോസ്റ്റിങ്. ആ 2 വീക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അത്ര സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അവിടുത്തെ സംഗീത ചേച്ചിയാണ് ഞങ്ങളുടെ നോക്കിയത് എല്ലാം. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഹോസ്റ്റലായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റൽ. കാരണം അവിടുത്തെ ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ റേറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് അഫോർഡബിളും അതേപോലെ തന്നെ സൂപ്പർ ഫുഡും എല്ലാം കൊണ്ട് പക്കയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ബാക്കി കുറച്ച് ഫ്രണ്ട്സിന് അവരിന്ന് ഹോസ്റ്റലിൽ കൊള്ളില്ലായിരുന്നു. അഥവാ ഇപ്പം ഈ വീഡിയോ കണ്ട് എന്റെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വീട്ടിൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ അവിടെ നമ്മൾ ഈ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് PG ഹോസ്റ്റൽസ് ഒക്കെ കാണിക്കും. അപ്പം അതില് ഈ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. ആ അഡ്രസ്സ് ഉള്ളിടത്ത് പോകാതിരിക്കുക. കാരണം അവിടെ ചെന്നപ്പം ഒന്ന് നല്ല റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സ് നിന്ന് ചില റൂമിലൊക്കെ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളിപ്പം അറിയാത്ത ഒരു സ്ഥലത്തോട്ടല്ലേ പോകുന്നത്. ട്രിവാൻഡ്രം ആണ് എന്നെങ്കിലും നമ്മൾ സ്ഥിരം പോയി വരുന്ന സ്ഥലമൊന്നുമല്ല. അപ്പം അവിടോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും പേടി കാണും. നിൽക്കുന്ന സ്ഥലത്തെ കുറിച്ച് അവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ പേടി കാണും. ഈ പുള്ളിക്കാരി പിന്നെ പൊതുവെ ഒരു ദേശീയക്കാരിയാണ് എന്നാണ് അവൾമാര് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരിയുടെ അവിടുത്തെ PG ഹോസ്റ്റലിന്റെ അഡ്രസ്സ് എന്തായാലും ഞാൻ അത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചെന്ന് അതിൽ പെടാതിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ടും 3 റൂമായിരുന്നു. ഞങ്ങൾ ടോട്ടലി 12 പേരായിരുന്നു. 4 അങ്ങനെ വെച്ചാൽ ഞങ്ങൾ നിന്നേ. ടോട്ടലി 3 റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു ഡൈനിങ് ഹാള്, പിന്നെ കിച്ചൺ, പിന്നെ ഞങ്ങൾക്ക് ഇത് വാഷിംഗ് മെഷീൻ വരെ ഉണ്ടായിരുന്നു. അതാണ് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വാഷിംഗ് മെഷീനൊക്കെ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങളുടെ ലക്കായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ അവിടുത്തെ ആംബിയൻസ് എല്ലാം സൂപ്പർ. പിന്നെ ഞങ്ങളുടെ സംഗീത ചേച്ചി. പിന്നെ ഞങ്ങക്ക് ഒരു കൂട്ടം അവിടെ ചെന്നപ്പോഴേ കിട്ടിയായിരുന്നു. അതാണ് ഞങ്ങളുടെ മാഷ, അവിടുത്തെ പപ്പിയാട്ടോ. അത് ചെന്നപ്പോ തന്നെ ഞങ്ങളുള്ള ശ്രീലക്ഷ്മി, അവളായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരുന്നു. അവൾക്കെന്ന് പറഞ്ഞാൽ പട്ടികളെ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തോന്നുന്നു. ചെന്നപ്പോ തന്നെ അതിനെ വിളിക്കുക, കളിപ്പിക്കുക, അതൊക്കെ തന്നെയായിരുന്നു അവള്. അപ്പൊ മെയിൻലി ഗേൾസിന് മാത്രമാണ് അവര് PG ഹോസ്റ്റലിൽ കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എന്തായാലും വീഡിയോ ഒരുപാട് ലാഗടിക്കുന്നില്ല, വീഡിയോയിലോട്ട് നമുക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അതിൽ 2nd ഫ്ലോർ ആയിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത്. താഴെ ട്യൂഷൻ സെൻ്ററാണ്. അവിടെ ഒരു 5 മണി വരെ പിള്ളേർ കാണും. ഇതാണ് പുറത്തുനിന്നുള്ള വ്യൂ. അപ്പം ഇവിടെ നമുക്കൊരു പപ്പിയുണ്ട്. ഹായ്, ഇങ്ങനെയാണ്. ആ സ്റ്റെയർ കയറി മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഹോസ്റ്റൽ. നമ്മൾ നിൽക്കുന്നത് ഇവിടാണ്, മുകളില്. അവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, ഹലോ പറയൂ. അവരെല്ലാം ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഇനി നമുക്ക് ഓരോ റൂമായിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് റൂം ഈ റൂമാണ്. ഇവിടെ ആഷ്ലി, സ്വാതി, പ്രവീണ, പിന്നെ ശ്രീലക്ഷ്മി, ഇവർ 4 പേരുമാണ് ഈ റൂമിലുള്ളത്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് 2nd റൂം വരുന്നത്. ഇതാണ് നമ്മുടെ 2nd റൂം. ഇവിടെ 4 പേരാണുള്ളത്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ റൂമിനാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂം. അപ്പം നമ്മുടെ ഫസ്റ്റ് റൂമിന് നേരെ കാണുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ.
കിച്ചൺ മെയിനായിട്ട് ഞങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല, പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞങ്ങൾ മാഗി ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഞങ്ങൾ കയറും. ഇനി ഇതിൽ നമുക്ക് മുകളിലോട്ട് പോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു വാഷിംഗ് മെഷീൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇനി ഒരു റൂമും കൂടെ ഉണ്ട്, ആ റൂം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റൂം. ഇവിടെ 4 പേരാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, പിന്നെ 4 കട്ടിലുണ്ട്. ഗൈസ്, അപ്പൊ ഞങ്ങളുടെ മുറിയുടെ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. നല്ല ഭംഗിയാട്ടോ. കൂടെ വന്നവർക്ക് എല്ലാവർക്കും നമ്മള് ഫോട്ടോസ് ഒക്കെ ഇടുമ്പോഴത്തേന് എല്ലാവർക്കും റെസ്ട്രിക്ഷനില്ല, മുതുകൊള്ളില്ല, വെള്ളമില്ല. പറഞ്ഞിട്ട് വന്നപ്പോ ഭയങ്കര കണ്ടസ്റ്റൊക്കെ പൈസ കൂട്ടിയപ്പോഴേക്കും നിങ്ങളുടെ കടയിൽ ഓരോ നമ്മളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നെ മറക്കരുത്.